ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 3/4 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. വീതി 3/5 ആയാൽ നീളം എത്ര? ചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 3/4, വീതി ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 3/5, നീളം ലെങ്ത്ത് കാണണം. ചതുരത്തിൻ്റെ വിസ്തീർണം എങ്ങനെ കാണുക? നീളവും വീതിയും ഗുണിച്ചാൽ വിസ്തീർണം കിട്ടും. ചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ നീളവും വീതിയും ഗുണിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് വിസ്തീർണം തന്നിട്ടുണ്ട്, വീതി തന്നിട്ടുണ്ട്. അപ്പം നീളമാണ് കാണേണ്ടത്. അപ്പം നീളം കാണാൻ നമ്മൾ വിസ്തീർണത്തെ വീതി കൊണ്ട് ഹരിക്കുക. നീളം കാണാൻ വിസ്തീർണത്തെ വീതി കൊണ്ട് ഹരിക്കുക. വീതിയാണ് കാണണമെങ്കിലോ വിസ്തീർണത്തെ നീളം കൊണ്ട് ഹരിക്കുക. അല്ലേ? ഇവിടെ നീളം കാണണം, അപ്പോൾ വിസ്തീർണത്തെ വീതി കൊണ്ട് ഹരിക്കുക. ഇവിടെ വിസ്തീർണം എത്രയാണ്? 3/4. അതിനെ വീതി എത്ര? 3/5 കൊണ്ട് ഹരിക്കുക. 3/4 ഹരിക്കണം 3/5. 3/4നെ 3/5 കൊണ്ട് ഹരിക്കണം. ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ ഹരിക്കണത് അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ ഹരിക്കണത് അതിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ 3/4 നമ്മൾ അതുപോലെ ഇട്ടു. ഹരിക്കണം എന്നുള്ളതിന് പകരം ഗുണിക്കണം എന്ന് എഴുതുക. ഹരിക്കണം എന്നുള്ള 3/4 അതുപോലെ ഇട്ടു. ഹരിക്കണം എന്നുള്ളതിന് പകരം ഗുണിക്കണം എന്നിട്ടിട്ട് ഈ 3/5നെ തിരിച്ചിടുക. അതായത് അംശത്തെ ഛേദാക്കുക, ഛേദത്തെ അംശാക്കുക. അപ്പോൾ തിരിച്ചിടുമ്പോൾ എന്ത് വരും? 5/3. ഇതിൽ നമുക്ക് ഈ 3ഉം 3ഉം വെട്ടിപ്പോവും. ഈ 3ഉം 3ഉം വെട്ടിപ്പോയാൽ ഉത്തരം എന്താ? 5/4 എന്ന് വരും. 5/4. ഇവിടെ എന്താണ്? അംശം വലുതാണ്. അംശം വലുതും ഛേദം ചെറുതും. അങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ വിഷമഭിന്നം എന്ന് പറയാം. വിഷമഭിന്നത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? മിശ്രഭിന്നാക്കി മാറ്റാം. വിഷമഭിന്നത്തിനെ മിശ്രഭിന്നാക്കാം. എങ്ങനെയാണ്? 5ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കുക. 1 4 4. 5ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 4. 1 4 4 ഒരു പ്രാവശ്യം. ഈ 1 4 4 കഴിഞ്ഞാൽ ബാക്കി ഒന്നുണ്ടല്ലോ, അത് അംശമായിട്ട് എഴുതുക. ഈ 4 ഛേദമായിട്ട് എഴുതുക. അപ്പോൾ ഉത്തരം 1/4 സെൻറ്റിമീറ്ററാണ് എന്ത്? വീതി.